നമസ്കാരം. US ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നെങ്കിലും ഏഷ്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് മിക്സഡ് കോഷൻ അല്ലെങ്കിൽ മിക്സഡ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.68%, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.23% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്കൻ നേവിയുടെ ശക്തമായ സാന്നിധ്യവും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്നുപോകുന്ന ഷിപ്പുകൾക്ക് എതിരെ ഇറാൻ നേവി വെടിയുതിർത്തുന്നതും മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അസ്ഥിരത ഉയർത്തുകയും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റിലുടനീളം പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. S&P, നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ 1% മുകളിലാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഉടലെടുത്തിരിക്കുന്ന അരക്ഷിതാവസ്ഥ മൂലം ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ 7% വർധനവുണ്ടായി. $87 എന്ന നിലയിലേക്ക് ഇടിഞ്ഞ് ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇന്ന് 7% ഉയർന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി വളരുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാന സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ബാങ്കിങ് സെക്ടറിലെ 3 സ്റ്റോക്കുകളെ ഇന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത് യെസ് ബാങ്ക്. യെസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% വർദ്ധിച്ച് 2276 കോടിയിൽ നിന്നും 2638 കോടിയിലേക്ക് എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 23% വർദ്ധിച്ച് 1314 കോടിയിൽ നിന്നും 1618 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 738 കോടിയിൽ നിന്നും 1068 കോടിയിലേക്ക് എത്തി. യെസ് ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ടിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. 318 കോടിയിൽ നിന്നും 188 കോടിയിലേക്കാണ് പ്രൊവിഷൻ എമൗണ്ട് കുറച്ചിരിക്കുന്നത്. അതേസമയം ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുകയും ഗ്രോസ് NPA 1.5% നിന്നും 1.3% ഇംപ്രൂവ് ആവുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായ HDFC ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. HDFC ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.2% വർദ്ധിച്ച് 32,066 കോടിയിൽ നിന്നും 33,088 കോടിയിലേക്ക് എത്തി. ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4.8% വർദ്ധിച്ച് 26,537 കോടിയിൽ നിന്നും 27,081 കോടിയിലേക്ക് എത്തുകയും ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 9% വർദ്ധിച്ച് 19,221 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. HDFC ബാങ്കും പ്രൊവിഷൻ എമൗണ്ടിൽ 18% കുറവ് വരുത്തിയിട്ടുണ്ട്. ബാങ്കിൻ്റെ ഗ്രോസ് NPA 1.15% രേഖപ്പെടുത്തി. ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് HDFC ബാങ്ക് കാഴ്ചവെച്ചത്. മൂന്നാമത്തെ സ്റ്റോക്ക് ICICI ബാങ്കാണ്. ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8.4% വർദ്ധിച്ച് 21,193 കോടിയിൽ നിന്നും 22,979 കോടിയിലേക്ക് എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 17,664 കോടിയിൽ നിന്നും 18,199 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 8.5% വർദ്ധിച്ച് 12,630 കോടിയിൽ നിന്നും 13,702 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ICICI ബാങ്കിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് 89% ഇടിഞ്ഞ് 891 കോടിയിൽ നിന്നും 96 കോടിയായി കുറയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രിം ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം 96% വർദ്ധിച്ച് 518 കോടിയിൽ നിന്നും 1020 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞ് 316 കോടിയിൽ നിന്നും 272 കോടിയിലേക്ക് എത്തി. മാസ്റ്റെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. മാസ്റ്റെക്കിൻ്റെ റവന്യൂ 3.6% വർദ്ധിച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 2% ഇടിയുകയും EBITDA 1% ഇടിയുകയും മാർജിൻ 14.8% നിന്നും 14.1% കുറയുകയും ചെയ്തു. മാസ്റ്റെക്ക് ക്വാർട്ടർലി റിസൾട്ടുമായി ബന്ധപ്പെട്ട് 16 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് അമൃതാഞ്ജൻ ഹെൽത്ത്. അമൃതാഞ്ജൻ ഹെൽത്ത് റേസർ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് വഴി കമ്പനി പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിലേക്ക് കൂടി സ്ട്രാറ്റജിക് എൻട്രി നടത്തിയിട്ടുണ്ട്. മാർസൻസ് എന്ന കമ്പനിക്ക് അയണോക്സ് സോളാറിൽ നിന്നും 15 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ശ്യാം മെറ്റാലിക്സ് എന്ന കമ്പനിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സെർച്ച് നടക്കുകയാണ്. 180 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ശ്യാം മെറ്റാലിക്സിൽ എൻഫോഴ്സ് ഡയറക്ടേഴ്സിൻ്റെ സെർച്ച് നടക്കുന്നത്.
ഒനിക്സ് സോളാർ എനർജി എന്ന കമ്പനി 130 കോടി രൂപയുടെ ഫണ്ട് റൈസ് ക്യാപിറ്റൽ ഇഷ്യൂ വഴി നടപ്പിലാക്കിയേക്കും. അതോടൊപ്പം തന്നെ ഒനിഡ ഹൗസിൻ്റെ പേരൻ്റ് കമ്പനിയായ മിർക്ക് ഇലക്ട്രോണിക്സ് എന്ന കമ്പനി ഒനിഡ ഹൗസിനെ സെൽ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്തേക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് മിർക്ക് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യത കൂടുതലാണ്. PC ജുവലേഴ്സ് ബാങ്കിൻ്റെ PC ജുവലേഴ്സ് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. ബാങ്ക് ഡെപ്റ്റിൽ 10% കുറവ് വരുത്തുകയും ടോട്ടൽ റീപേയ്മെൻറ്റ് 90% മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. കമ്പനി അതിൻ്റെ ഡീലിവറേജിംഗ് എഫർട്ടിൽ ഏറെക്കുറെ സക്സസ് ആയി എന്നുള്ള സൂചനയാണ് PC ജുവലർ നൽകുന്നത്. കൂടാതെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ട്രെൻഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ട്രെൻഡ് എന്ന കമ്പനി ബോണസ് അനൗൺസ്മെൻറ്റ് നടത്താനും ഏപ്രിൽ 22-ാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താനും സാധ്യതയുണ്ട്. VA-Tech വബാഗ് എന്ന കമ്പനിക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ടെക്നോളജി ഫിമായ നിംബിൾ വിഷനിൽ നിന്നും 3 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മുദ്ര എന്ന കമ്പനി സിഗ്നേർ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് വർക്ക് ഫ്ലോ ഡോക്യുമെൻ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മുദ്ര എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. അൾട്രാടെക് സിമെൻ്റ് എന്ന കമ്പനി 8.7 മെട്രിക് ടൺ ആനം ശേഷിയുള്ള പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉത്തർപ്രദേശിൽ കമ്മീഷൻ ചെയ്തത് വഴി കമ്പനി അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഹാഡൻ എന്ന കമ്പനിക്ക് 2000 ഫ്ലോർ സ്പ്രിംഗ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡ്രെഡ്ജിംഗ് കോർപ്പറേഷൻ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ഡ്രെഡ്ജിംഗ് ഫ്ലീറ്റിന് വേണ്ടിയുള്ള IOCL ഏകദേശം 2157 കോടി രൂപയുടെ IOCL സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ഡ്രെഡ്ജിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ NTPC ഗ്രീൻ എന്ന കമ്പനി 87 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിക്ക് റായ്ബറേലിയിലുള്ള മോഡേൺ കോച്ച് ഫാക്ടറിയിൽ നിന്നും 3 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടെഗ ഇൻഡസ്ട്രീസ് ടെഗ സൊല്യൂഷൻ എന്ന പേരിൽ ബിസിനസ് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓറിയൻ്റ് ഗ്രീൻ പവർ എന്ന കമ്പനിക്ക് വിൻഡ് ടർബൈൻ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 8.6 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു.